ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നന്ദുവും അനിയും കൂടെ എങ്ങോട്ടെങ്കിലും പോയി കാണുമോയെന്ന് നയനയ്ക്കൊരു പേടി. അത് ആദർശനോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം എനിക്ക് ഇല്ലാതില്ല. രണ്ടുപേരും കൂടി ഇനി എല്ലായിടത്തും പോയി രജിസ്റ്റർ മാരേജ് ചെയ്തോന്ന് പോലും പറയാൻ പറ്റില്ല എന്നൊക്കെ ആദർശ് പറയാം. കാരണം നവീൻ്റെ ആലോചന വന്നതുകൊണ്ട് അത് നടക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട്. ഇതൊക്കെ കേട്ടപ്പം എന്തൊക്കെ ആദർശൻ നീ പറയണേന്ന് ചോദിച്ചു നയന. അത്തരം സാഹസമൊക്കെ അവർ കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആദർശ്. അനി പക്വത കാണിച്ചില്ലെങ്കിലും അവിടെ നന്ദു ചിന്തിക്കാതെ ഒന്നും ചെയ്യില്ല. അനിയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവൻ വാശി പിടിക്കുകയാണെങ്കിലും നന്ദു പിന്നെ ധൈര്യമൊന്നും കാണിക്കാൻ പോകുന്നില്ല എന്ന് ആദർശ നേരം പറഞ്ഞു. അനിയുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാമല്ലോ. നിശ്ചയത്തിൻ്റെ അന്ന് തന്നെ അവൻ പൊട്ടിത്തെറിച്ച് നീ കണ്ടില്ലേ? അത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒക്കെ മുന്നിൽ വെച്ച് പരിധി വിട്ട് കഴിഞ്ഞാലേ പിന്നെ അവൻ എന്തും ചെയ്യും. പ്രത്യേകിച്ച് നന്ദു അവൻ്റെ മനസ്സ് കീഴടക്കിയ പെൺകുട്ടിയായ സ്ഥിതിക്ക്. അതുപോലെ തന്നെയല്ലേ തിരിച്ചും. നന്ദുവിന് പ്രേമത്തോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്ന ആളൊന്നും അല്ല. അവൾക്ക് ആൺകുട്ടികളുമായിട്ട് വെറുതും സൗഹൃദങ്ങളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ആരും അറിയാതെ അവർ തമ്മിൽ അടുത്തതും അനി അവളുടെ ഉള്ളിൽ കയറി പറ്റിയതും. അപ്പം ഞാൻ അനിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഫോൺ എടുത്ത് അനിയെ വിളിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അനിയെ വിളിച്ചു, കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഇനി അവർ വിളിച്ചാലും കിട്ടാൻ പാടാന്ന് പറഞ്ഞു നയന. ഇപ്പോൾ പ്രധാനമായിട്ടും തടസ്സമായിട്ടവർക്ക് നിൽക്കുന്നത് അവന്തികയും നവീനുമാണെന്ന കാര്യം ആദർശം നിരവടച്ച് പറയുകയും ചെയ്തു. അവന്തികയുടെ കാര്യം പിന്നെ പോട്ടേന്ന് വെക്കാം, പക്ഷേ അതുപോലെയല്ല നവീൻ്റെ കാര്യം. നമുക്ക് നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആ ഒരു ആലോചന വന്നതിന് ശേഷം എത്ര സന്തോഷത്തോടെയാണ് നിന്നെ വിളിച്ച് സംസാരിച്ചതെന്നൊക്കെ ആദർശ് ചോദിച്ചു. അതുപോലെ തന്നെ നന്ദുവിനെ പിണക്കി വിട്ടതുപോലും ഇപ്പോൾ അബദ്ധമായി പോയെന്നാണ് നിൻ്റെ അച്ഛനും അമ്മയും പറയണത് പോലും എന്നും പറഞ്ഞു. അവരൊക്കെ വലിയ പ്രതീക്ഷയിലല്ലേ എനിക്കൊപ്പമാണ് നന്ദു മാറി നിൽക്കുന്നതെങ്കിൽ നീ ഒന്ന് ഉറപ്പിച്ചു. നവീനുമായിട്ടുള്ള ബന്ധത്തിനോട് നന്ദുവിന് ഒരു താല്പര്യം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അത് മിക്കവാറും നവീനെ അനി അറിയിക്കുകയും ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെ അതും പറഞ്ഞ് ഇവർ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ച് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദു അനിയും കൂടെ അവിടെ തീയൊക്കെ കാഞ്ഞങ്ങനെ ഇരിക്കുന്നു, രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടെ. അപ്പോൾ നന്ദുവിനെ തന്നെ നോക്കി അനി ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നേരം ആയല്ലോ എന്നെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്താ എന്ന് നന്ദു ചോദിക്കുമ്പം എന്തോ ഇപ്പം നിന്നെ കാണാനേ കൂടുതൽ ഭംഗിയുണ്ടെന്ന് അനി പറയാണ്. അത് കേട്ടപ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു. എടി നീ പറഞ്ഞാലേ വിശ്വസിക്കത്തില്ല, വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നമേ അത് ഫലിക്കുമെന്നാണ് പറയുന്നതെന്ന് അനി അന്നേരം പറയാം. ഞാൻ എൻ്റെ വല്യമ്മ എനിക്ക് വെളുപ്പാങ്കാലത്ത് ചായയായിട്ട് വരുന്നത് വരെ ഞാൻ ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു എന്നും ആ ഒരു സ്വപ്നത്തിൽ അനാമിക അവളുടെ അച്ഛനും ഒപ്പം വന്ന് നിനക്ക് കംപ്ലൈൻറ്റ് തരുന്നതും അനാമിക അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞാനും അവന്തികയായിട്ടുള്ള ആ ഒരു നിശ്ചയം അലമ്പുന്നതും അതിനുശേഷം പരാതി കിട്ടിയെന്നുള്ളൊരു ബലത്തിൽ നീ വരുന്നതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതായിരുന്നു നന്ദു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല എങ്കിലും അനാമിക അവളുടെ അച്ഛനും കൂടി വന്നായിരുന്നല്ലോ പരാതി തരാനായിട്ട്. അതേന്നും പറഞ്ഞ് അനിയിരിക്കാം. അപ്പോൾ അത് ഞാൻ നിൻ്റെ മുത്തശ്ശനെ വിളിച്ച് പറയുകയും ചെയ്തല്ലോ. അതെ, അതെങ്ങനെയൊക്കെ കൃത്യമായിട്ട് സംഭവിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറയുമ്പോൾ നിശ്ചയം മുടങ്ങണമെന്ന് നിനക്കും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ തെളിയില്ലേ എന്ന് നന്ദു അനിയോട് ചോദിച്ചു. അപ്പോൾ 100% സത്യമാണെന്ന് അനി. നിനക്കറിയില്ല, ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒഴിവാക്കി നിൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയതേ ഭയങ്കര വിഷമത്തോടെയായിരുന്നു. അതിനിടയിലാണ് ആ അനാമികയും വേണുവും കൂടി വന്ന് പരാതിയൊക്കെ തന്നതെന്ന കാര്യവും പറയാണ്. എൻ്റെ പൊന്നോ, എനിക്ക് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിലും നിൻ്റെ മുത്തശ്ശനെ വിളിക്കാമായിരുന്നു, പക്ഷെ ഞാൻ അപ്പം തന്നെ വിളിക്കായിരുന്നു എന്ന് നമ്മുടെ നന്ദു. ഏതായാലും അത് വിവാദമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എടി, നീയും ഞാനും കൂടി ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതെന്നാ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും വിശ്വാസം. അപ്പം എങ്ങനെ ഇരിക്കുന്നു? പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് മാറ്റണ്ടെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. എന്തായാലും എൻ്റെ ജീവിതത്തിൽ നീയല്ലാതെ ഒരു പെണ്ണില്ലാന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയും സാക്ഷിയാക്കിയാണ് ഞാൻ അവിടെ വെച്ച് സംസാരിച്ചത്. അതുകൊണ്ട് ഇനി പെട്ടെന്നൊന്നും എൻ്റെ അവന്തികയുടെ നിശ്ചയം നടത്തണമെന്ന് ആരും പറയാനും പോകുന്നില്ല. മറ്റൊരു പെൺകുട്ടി എനിക്ക് വേണ്ടി കണ്ടെത്താനും പോകുന്നില്ല എന്നൊക്കെ അനി ഇങ്ങനെ നന്ദുവിനോട് ഭയങ്കര പ്രതീക്ഷയോടെ പറയാം. പക്ഷേ ഇപ്പം പ്രശ്നം അത് നിൻ്റെ ഭാഗത്താണെന്നും നവീൻ ഒരു ഭീകരജീവിയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിച്ച് നിൽക്കുകയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം നവീനേട്ടൻ ഒരു ഭീകരജീവിയൊന്നും അല്ലല്ലോ, നിൻ്റെ എൻ്റെ നല്ലൊരു സുഹൃത്തല്ലേ എന്ന് ചോദിച്ചു. സുഹൃത്തൊക്കെയാണ്. ആ സുഹൃത്ത് ഇപ്പോൾ കല്യാണാലോചനയായിട്ട് നിൻ്റെ വീട്ടിലോട്ട് ചെന്നില്ലേ എന്ന് അനി അന്നേരം ചോദിക്കാട്ടോ. അത് കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര ഒരു വിഷമം. നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നെ അല്ലാതെ മറ്റൊരാളെയും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് നിനക്ക് തറപ്പിച്ചൊന്ന് പറയാൻ പറ്റുമോ എന്ന് അനി ചോദിച്ചപ്പം ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്ന് നന്ദു അനിയോട് പറയണു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോൾ എൻ്റെ അമ്മയായിരിക്കും ഫാനിൽ തൂങ്ങാൻ പോകുന്നതെന്ന് നന്ദു അനിയോട് പറയുകയും ചെയ്തു. പിന്നെ എടാ നിൻ്റെ അമ്മയും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എതിരെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വരുന്ന ആലോചനകളൊക്കെ വേണ്ടാന്ന് വെക്കാനേ പറ്റുള്ളൂ. അത് തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ
കുറച്ച് പ്രയാസമാണെന്ന കാര്യം നന്ദു അനിയോട് പറയാം. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. നന്ദുവും അതുപോലെ തന്നെ ഭയങ്കര നിരാശയോട് കൂടിയിരിക്കുന്നു. എന്തായാലും കല്യാണം ഉടനെ ഒന്നും നടക്കില്ലെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ എഴുന്നേറ്റ് അതിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ദേ അനി നന്ദുവിനെ തന്നെ നോക്കി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് എടാ കിടക്കാറായില്ലേ, ഇനി ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. ഇപ്പോൾ കിടക്കണോ? എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞാൽ നേരം വെളുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്രയിലല്ലേ, 6 മണിക്ക് പോകണം എന്നല്ലേ നീ പറഞ്ഞത്? അയ്യോ അത് പോയേ പറ്റുള്ളൂ എന്ന് നന്ദു. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് പോവാമെന്ന്. പ്ലീസ് ഡി എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ നിർബന്ധിക്കുക അനി. വീണ്ടും അവർ രണ്ടുപേരും കൂടെ തീ കാഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ മഞ്ഞ് പൊടിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ചെറുതായിട്ട് പൊടിയുന്നുണ്ടെന്ന് അനി. അല്ല കുറച്ച് മഴ നനയുന്നതൊക്കെ നല്ലതാ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോഴേക്കും തീ കെട്ട് പോകുമെന്ന് നമ്മുടെ നന്ദു പറഞ്ഞപ്പോൾ അനി ഒന്ന് ചിരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ അങ്ങനെ ആ ഒരു ഇതിലിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശ് നയനെ നല്ല ഉറക്കമാണ്. അപ്പോൾ നയനയുടെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ അത് കനകയാണ് വിളിച്ചത്. ഹലോ അമ്മേ, ആദർശ് മോൻ മോളുടെ അരികിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലോ അമ്മേ. അപ്പോൾ ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ നോക്കൂ കേട്ടോ. അവൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ. അനി അവിടെ ഉണ്ടോയെന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത്. അതുകൊണ്ടൊരു സംശയം, അതുകൊണ്ട് വിളിച്ചതാണെന്ന് കനക പറയുകയും ചെയ്തു. മോൾ ഉറങ്ങിയില്ലായിരുന്നോ? അത് പിന്നെ ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു അമ്മയെന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ മോൾ ഉറങ്ങിക്കോ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പനി അവിടെ ഉണ്ടോ എന്ന് നൈസായിട്ട് ചോദിക്കാൻ വേണ്ടി കനക വിളിച്ചതാണ്. പനി അവിടെ ഉണ്ടെന്നാണ് മോൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ഭയക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളെന്ന് ഗോവിന്ദേട്ടൻ കനകയോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആദർശ് എഴുന്നേറ്റു. അങ്ങനെ നയന പറഞ്ഞതിനെ പറ്റി ചോദിച്ചപ്പോൾ അങ്ങനെ അല്ല പറയുന്നതെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ആകെ ടെൻഷനായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞതെന്ന് നയന പറയാട്ടോ. അപ്പോൾ അതെന്തായാലും നീ അങ്ങനെ പറഞ്ഞാൽ നന്നായി. പക്ഷെ അപ്പോഴും ഒരു ടെൻഷനുണ്ട്, അനി എവിടെയാണ് എന്നുള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ നന്ദു ഉള്ളിടത്ത് അനിയും കാണും, അത് ഉറപ്പാണെന്ന് നയന പറയാം. തറപ്പിച്ച് തന്നെ പറഞ്ഞു. നവീൻ നന്ദുവിനെ ആലോചിച്ച സ്ഥിതിക്ക് അവർ തമ്മിൽ കാണേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പം നവീൻ കല്യാണാലോചനയായിട്ട് ചെന്നതുകൊണ്ട് ആ കല്യാണം നടക്കുമെന്ന് നന്ദുവിന് നന്നായിട്ട് അറിയാം. ആ ഒരു പേടിയും നന്ദുവിൻ്റെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ നന്ദുവിനും എനിക്കും ശരിക്കും ടെൻഷനായിട്ടുമുണ്ട്. അനി എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ അവൻ്റെ തീരുമാനം എല്ലാവരോടും പറഞ്ഞത്. അത് നന്ദു അറിയാതെ എന്തായാലും അവൻ പറയില്ലല്ലോ. അങ്ങനെയുള്ളപ്പോഴേ ഇനി എത്ര യോഗ്യതയുള്ളയാൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അവളുടെ മനസ്സ് അത് മാറ്റിയെടുക്കാനേ വളരെ പ്രയാസമായിരിക്കും. അനി അവളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാൻ ആരെ കൊണ്ടും സാധിക്കില്ല എന്നും പറഞ്ഞു. അതുപോലെ തന്നെയാണ് അനിയുടെ കാര്യവും. അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ ആദർശ് വീണ്ടും കിടന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ ഫോണിലേക്ക് കോള് വരും. നല്ല ഇടിയും മഴയുണ്ട്. അപ്പോൾ ദേ അനിയാ വിളിക്കുന്നത്. അപ്പോൾ ദേ ഫോൺ എടുത്തു. എന്താടാ, സംസാരിച്ചിട്ട് കിടന്നല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന് നന്ദു ചോദിക്കുമ്പോൾ അത് പിന്നെ ഭയങ്കര ഇടിയും മഴയും, ഇത് മലയോരം ആയതുകൊണ്ടേ ഇവിടെ ഉരുൾപൊട്ടാനൊക്കെ സാധ്യതയുണ്ടെന്ന് അനി പറയാം. ദേ എന്ത് സംഭവിച്ചാലും ശരി നാളെ രാവിലെ എനിക്ക് വീട്ടിലെത്തണമെന്ന് നമ്മുടെ നന്ദു. അത് പിന്നെ ഞാൻ എത്തിക്കത്തില്ലേ ഒന്ന്. അനി നീ എന്നെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ, എനിക്ക് ഉറക്കം വരാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചത്, നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് എൻ്റെ ഉറക്കം കിടത്തണം എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല ഇന്ന് നമുക്കേ ഉറങ്ങാതിരുന്നാലോ, പുറത്തിറങ്ങി ഈ മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നാലോ എന്ന് അനി ചോദിക്കുമ്പോൾ നിനക്കെന്താടാ വട്ട് വല്ലതും ഉണ്ടോടാ? ചെറിയ തോതിലൊരു വട്ട്. ചെറുതൊന്നും അല്ല വട്ട് കേട്ടോ എന്നും പറഞ്ഞ് നന്ദു. അപ്പോൾ ദേ ഇനി ഇതുപോലുള്ള ആ യാത്രയ്ക്കൊന്നും ഞാനില്ല കേട്ടോ എന്ന് നന്ദു പറഞ്ഞപ്പോൾ അതൊക്കെ നീ ഇപ്പോൾ പറയുന്നതല്ലേ, നീ ഈ യാത്ര എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് അനി പറയുമ്പോൾ നന്ദൊന്ന് ചിരിച്ചു. ശരി ശരി വീണ്ടും ഗുഡ് നൈറ്റ് അങ്ങനെ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അനി ഇവിടെ സ്വപ്നം കാണുന്നു, നന്ദു ഇങ്ങനെ അവിടെ ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ, അതായത് നല്ല ഇടിയും മഴയൊക്കെ ആയിട്ടുള്ളൊരിത്. പിന്നെ കാണിക്കുന്ന ഗോവിന്ദേട്ടനെയും കനകയും രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതേ നന്ദു ഇതുവരെ ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മോളെ വിളിച്ച് കാര്യം പറഞ്ഞില്ല. അതുവഴി നമ്മൾ വിവരം അറിയുന്ന അവൾക്ക് അറിയാം. അതുകൊണ്ടായിരിക്കാം അവൾ നമ്മളെ വിളിക്കാത്തതെന്ന് ഗോവിന്ദേട്ടൻ പറയാം. നമ്മളോട് പിണങ്ങിയല്ലേ അവൾ പോയത്. എത്ര പിണങ്ങിയാലും ഗോവിന്ദേട്ടൻ്റെ അവസ്ഥ അവൾക്ക് അറിയാവുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും അച്ഛനെ മോള് വിളിക്കേണ്ടതല്ലേ എന്ന് കനക അന്നേരം ചോദിച്ചു. ഇനിയും നവീൻ്റെ ആലോചന വന്നത് അവൾക്ക് വിഷമമായോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ആ ഒരു കാര്യത്തിൽ നമ്മളിനി സംശയിച്ച് സമയം കളയാൻ നിൽക്കണ്ടെന്ന് കനക പറയാം. പിന്നെ പയ്യൻ നവീനായതുകൊണ്ടേ ആരും അതിനെ എതിർക്കാനുള്ള സാധ്യതകളൊന്നുമില്ല എന്നൊക്കെ കനക ഇങ്ങനെ പ്രതീക്ഷയോടെ പറയുന്നു. മൂർത്തി സാറിനോടും ആദർശിനോടൊക്കെ നന്ദുവിനെ ഒന്ന് ഉപദേശിക്കാൻ മാത്രം പറഞ്ഞാൽ മതിയെന്ന്. നവീൻ നന്ദുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നന്ദുവിൻ്റെ വിളി പോലും ഇല്ലാണ്ടായത് എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറയാം. പിണങ്ങിപ്പോയതിന് ശേഷം പിന്നെ അവൾ നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ ഗോവിന്ദേട്ട. പിന്നെ അനി നന്ദുവിനെ തന്നെ മതി എന്ന് തറപ്പിച്ചു പറഞ്ഞതാ എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. അതാകെ ഒരു പൊള്ളലായിട്ട് ഉള്ളിൽ കിടക്കുകയാണെന്ന് കനക.
എന്നാ ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നു. ഇനി പിള്ളേർ തമ്മിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ പോലും അറിയാതെ അവർ ഒന്നിക്കുമെന്ന് ഇപ്പം എൻ്റെ പേടിയെന്നൊക്കെ ഇങ്ങനെ കനക പറഞ്ഞപ്പോൾ, നീ എന്താ കനക ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അല്ല, പല ചിന്തകളും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും എൻ്റെ ഗോവിന്ദേട്ടാന്ന് പറഞ്ഞ് കനക നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് രാവിലെയായി നമ്മുടെ അനി കോഫിയൊക്കെ ഇട്ട് നന്ദുവിന് കൊണ്ട് കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് ആ സെക്യൂരിറ്റി വന്നു. അത് പിന്നെ ഇന്നലെ രാത്രി ഒരുപാട് വൈകിയല്ലേ സാറേ നിങ്ങൾ കിടന്നത്, അതുകൊണ്ട് ഉണർന്നില്ല എന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വരാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾക്ക് രാവിലെ 6 മണിക്ക് പോകണമെന്ന്, ദേ ഇപ്പോൾ 6 മണി കഴിഞ്ഞു എന്ന് അനി പറയാ സെക്യൂരിറ്റി ഇടാം. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചായ ഞാൻ തന്നെ ഇടാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞപ്പം മസാല ചായപ്പൊടി ഇരിപ്പുണ്ട് സാറേ, തണുപ്പത്ത് മസാല ചായ കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ അത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി രണ്ടാളും 2 മുറിയിലായിരുന്നോ? അതെന്തായിട്ടാ ചേട്ടൻ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ഒരു മുറിയിൽ കഴിയാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നത് എന്ന് അനി പറയാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, അത് വെറും പ്രണയമൊന്നുമല്ല, കല്യാണം കഴിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് അനി ഇങ്ങനെ അയാളോട് പറയുമ്പോൾ, എൻ്റെ പൊന്ന് സാറേ, ഇവിടെ വരുന്നവരുടെ കാര്യങ്ങളൊക്കെ സാറിന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിൽ സാറിന് കല്ലുകടി തോന്നിയത്. അപ്പോൾ എല്ലാവരെയും കാണുന്ന കണ്ണോടെ ഞങ്ങളെ കാണാൻ നിൽക്കേണ്ട കേട്ടോ, ഞങ്ങൾ ഇനിയും വരും ഇവിടേക്ക്. അയ്യോ, ഇവിടെ എപ്പോൾ വേണമെങ്കിലും സാറിനും സാറിൻ്റെ കാമുകിയായിട്ട് വരാമല്ലോ എന്ന് പറയുമ്പം, അല്ല ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഏത് സമയം തുറന്നിട്ടിരിക്കുന്ന ഒരു വീടല്ലേ എന്ന് സെക്യൂരിറ്റിയുടെ വക ഒരു ചോദ്യം കൂടി. അല്ല, ചായക്ക് കടുപ്പമുണ്ടോ എന്ന് നോക്കണേ സാറേ, ആവശ്യത്തിനുള്ള കടുപ്പമൊക്കെ ഉണ്ടെന്ന് അനി, മധുരം ഒട്ടും കുറയ്ക്കണ്ട, പാകത്തിനെല്ലാം ഉണ്ട്. താൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അനി അയാളോട് പറഞ്ഞു. ഒരു വലിച്ച ചിരിയും ചിരിച്ച് അയാൾ അവിടെ നിന്ന് പോയി. അതിന് പിന്നെ ചായയൊക്കെ ഇട്ട് നമ്മുടെ നന്ദുവിന് കൊണ്ട് കൊടുക്കാനായിട്ട് തുടങ്ങണം. അങ്ങനെ നന്ദുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു, ചായ കൊടുത്തു. നീ രാവിലെ ആയിട്ട് ചായ ഇട്ടു എന്ന് പറഞ്ഞു. നിൻ്റെ ഉറക്കം പോട്ടെ, നീ അലാം വെച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നതെന്ന് നന്ദു. ഞാൻ അലാം വെച്ച് കൃത്യസമയത്ത് തന്നെ എഴുന്നേൽക്കുകയും ചെയ്തു, ചായ ഇട്ടു, കുടിക്കുന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും കേട്ടോ. അങ്ങനെ നന്ദു അനിയുടെ ചായ കുടിച്ചു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, അടിപൊളിയാണെന്നും പറഞ്ഞു. താങ്ക്സ് ഒക്കെ പറഞ്ഞ് അനി ഇങ്ങനെ നിൽക്കാം. അല്ല, ഇത്രയും പെട്ടെന്ന് പോകണ്ടേ നമുക്കൊന്ന് ചോദിച്ചപ്പം, പോകാം, രാത്രി ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് അറിഞ്ഞതുപോലും ഇല്ല എന്ന് നമ്മുടെ നന്ദു പറഞ്ഞപ്പോൾ, 1-2 മണിക്കൂറല്ലേ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് ചോദിച്ചു അനിയെ. ഇനിയെ 2-2.5 മണിക്കൂർ വണ്ടി ഓടിക്കണ്ടേ എന്ന് ചോദിച്ചു. ഉറക്കം വരുമോ നിനക്കെന്ന് ചോദിച്ചപ്പോൾ, നിനക്കിപ്പോൾ സംസാരിച്ചു പോകുമല്ലേ, അപ്പോൾ പിന്നെ ഉറക്കമൊന്നും വരത്തില്ല എന്ന് അനി പറയുകയും ചെയ്തു. നീ വേണമെങ്കിൽ ബാക്കിലിരുന്ന് ഉറങ്ങിക്കോ. എനിക്കിനി ഉറക്കമൊന്നും വരത്തൊന്നുമില്ല. ആകെ ടെൻഷനായി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞു. 2 പേരും കൂടി ഇങ്ങനെ നിൽക്കാം. എൻ്റെ എൻഗേജുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 പേരും നല്ല ടെൻഷനിലാണ് ജീവിച്ചതെന്നും, സത്യം പറഞ്ഞാലേ ഇപ്പോഴും അതിൽ നിന്നൊരു റിലീഫും കാര്യങ്ങളൊക്കെ കിട്ടിയത് അത് തന്നെയല്ലേ നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിച്ചതും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, അത് പിന്നെ അതല്ല, ആദർശേട്ടനൊക്കെ ഈ ഗസ്റ്റ് ഹൗസിൽ വരാറുള്ളതല്ലേ എന്ന് ചോദിച്ചു. ഇവിടെ നെടുമങ്ങാട് ഞങ്ങൾക്കൊരു ഷോറൂമുണ്ട്, അവിടെ വരുമ്പോഴൊക്കെ ആദർശേട്ടൻ ഇവിടെ വന്ന് താമസിക്കാറുമുണ്ട്. പിന്നെ ഏട്ടത്തിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് തുടക്കത്തിൽ ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, 2 ആളും തമ്മിൽ അടിയും വഴക്കുമൊക്കെ അല്ലായിരുന്നു. അതിനുശേഷം പിന്നെ സമയം കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നണമില്ല എന്നനി. പിന്നെ ഇവിടുത്തെ ചേട്ടനോട് പറയണം, ആര് ചോദിച്ചാലും നമ്മൾ ഒന്നിച്ചിവിടെ വന്നിട്ടില്ല എന്ന് പറയണം എന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ ചായ കുടിച്ചിട്ട് വേഗം ഫ്രഷ് ആകാൻ നോക്ക്, അപ്പോഴേക്കും ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങ് പോയി. നന്ദു ചായയൊക്കെ ആയിട്ട് റൂമിലേക്ക് പോയി അങ്ങനെ ഫ്രഷ് ആകാൻ നോക്കും. പിന്നെ കാണിക്കുന്ന ആദർശിനെ കേട്ടോ, ആദർശിനെ ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും നയനെ ആദർശിനുള്ള ചായയൊക്കെ ആയിട്ട് അതേ റൂമിലേക്ക് വരുന്നു. അപ്പോഴും ആദർശിന് ഭയങ്കര ടെൻഷൻ, അതുപോലെ നയനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അനി ഇനിയും വന്നിട്ടില്ലല്ലോ ആദർശേട്ടാ, എന്ത് ചെയ്യുമെന്ന് നയന ചോദിച്ചു. അപ്പോൾ ഞാൻ ഉണർന്നപ്പോൾ തന്നെ അവനെ വിളിച്ചത്, ഫോൺ ഓഫാക്കി വെച്ചിരിക്കാം. അപ്പോൾ നന്ദുവിൻ്റെ ഫോൺ അങ്ങനെ തന്നെയാണെന്ന് നയനയും പറഞ്ഞു. ഇനി 2 ആളും കൂടി എവിടേക്കെങ്കിലും ഒളിച്ചോടി പോയോ എൻ്റെ പൊന്ന ആദർശേട്ടാ? അനിയും നന്ദു അങ്ങനെ ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ നയന, അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുത്തശ്ശൻ പിന്നെ ക്ഷമിക്കില്ല, അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു. അതുമാത്രമല്ല ആദർശേട്ടാ, എൻ്റെ അച്ഛനെയും അമ്മയും ഭയങ്കരമായിട്ട് അനിയുടെ അമ്മയും അപ്പച്ചിയും ഒക്കെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമെന്ന കാര്യവും നയന പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും ഞാനും എല്ലാത്തിനും കൂട്ടാണെന്ന് വരെ വേണമെങ്കിൽ അവർ പറഞ്ഞു കളയും. മറ്റുള്ളവരോട് വായടപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ നയനെ? ഇല്ല. ഇവിടെ നവീൻ കല്യാണം ആലോചിച്ച സ്ഥിതിക്ക് അങ്ങനെ ഒരു കാര്യം അവർ 2 പേരും ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ ഇപ്പോഴും വെറും സംശയം മാത്രമാണെന്ന് ആദർശ് പറഞ്ഞപ്പം, പിന്നെ എന്തുകൊണ്ടാണ് 2 പേരും ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത്? അതിനൊരു കാരണം വേണ്ടേ? ഇനി അവർക്ക് എന്തെങ്കിലും പറ്റി കാണുമോ? അതാ എൻ്റെ പേടിയെന്ന് ഇങ്ങനെ ആദർശ് പറഞ്ഞപ്പം അതിനേക്കാളും പേടി നയനയ്ക്ക്. വേഗം ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ അനിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നും പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ട് നടക്കുക അവൻ്റെ അമ്മ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു ആദർശേ. അങ്ങനെ ഇവർ
കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കാമെന്നും എന്നിട്ട് നന്ദു ലീവ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. എന്നും ഇങ്ങനെ ലീവ് എടുക്കാതെ മാറി നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ, മനസമാധാനം പോയല്ലോ എന്നും പറഞ്ഞ് നയന ഇങ്ങനെ ആദർശനോട് പറയുമ്പോൾ സമാധാനിപ്പിക്കുക ആദർശം. അതിന് ഇവിടെ ഉണ്ടെന്നാ അച്ഛനോടും അമ്മയോടും ഇന്നലെ നമ്മൾ പറഞ്ഞത്. നന്ദുവിനെ കാണാത്തൊരു വേദനയ്ക്കിടയിലും ആ ഒരു സമാധാനം എന്തായാലും അവർക്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നീ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചില്ലായിരുന്നോ എന്ന് ചോദിച്ചു. വിളിച്ചു, അവർക്ക് ആർക്കും ഒന്നും അറിയില്ല, അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞ നയന ഇങ്ങനെ ആദർശനോട് പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് തീ തിന്നിങ്ങനെ ഇവർ നിൽക്കുക കേട്ടോ. ഇവർ രണ്ടുപേരും എങ്ങോട്ട് പോയി, എന്താണ് അവസ്ഥ, ഇതൊന്നും അറിയത്തില്ലാതെ അങ്ങനെ എല്ലാവരെയും എന്നാ പറയുന്നത് മുൾമുനയിൽ നിർത്തി എല്ലാവരുടെയും നെഞ്ചിൽ തീ കോരിയിട്ട് നന്ദു അനിയും കൂടെ ഒരു പോക്ക് പോയത്. അപ്പോൾ ഇനി ഇവർ തിരിച്ചു വരുമ്പം ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വളഞ്ഞൊടിഞ്ഞ് വരാൻ പോകുന്നതെന്നും അതുപോലെ ഇവർ അവിടെ പൊന്മുടിയിൽ പോയി റൂം എടുത്തു എന്നുള്ള കാര്യം ഇവർ എങ്ങനെ അറിയുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.